രാവിലെ നമ്മുടെ ദോശമാവൊക്കെ നന്നായിട്ട് പൊളിച്ച് പൊന്തിയിരിക്കുന്നുണ്ട് കേട്ടോ. അതെ, ഞാൻ ഉപ്പിടാണ്ടായിരുന്നു അരച്ചെടുത്തത്. മാവിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണേ. നല്ല പതഞ്ഞ് പൊന്തി ആയിരിക്കണം കണ്ടോ. രാവിലത്തെ ബെഡ് കോഫിയും ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇനി ഇച്ചിരി കേര വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടെ കറി വയ്ക്കണം. പിള്ളേർക്കും ഉള്ളത് കുറച്ചെടുത്ത് വെച്ച് വറുത്തിട്ട് ബാക്കി കറി വയ്ക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ചക്കയും മീൻ കറിയും കൂടിയാവും. പിള്ളേർക്ക് കാപ്പിക്ക് ദോശയും ചമ്മന്തിയുണ്ട്. ഇനി രാവിലെ കുറച്ച് ചക്ക കിട്ടിയതാട്ടോ. അതൊന്ന് പുഴുങ്ങും കൂടെ ചെയ്ത ചേട്ടായിക്കുള്ളതാണ്. രാവിലെ നമ്മളിങ്ങനെ പരാക്രമം പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് ഓൾറെഡി അവധിയാണ് എന്തിന്. എന്നാലും രാവിലെ തന്നെ നമ്മുടെ പണിയൊന്നും തീർത്തില്ലെങ്കിൽ മക്കളെ വീട്ടിൽ വരുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ശല്യമാണ്. പിന്നെ ഒരു പണിയും നടക്കില്ല. സാറ്റർഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പണി നടക്കാത്ത ദിവസം കേട്ടോ. ഇപ്പോൾ പൊന്നുവാണെങ്കിൽ ഭയങ്കര നേരത്തെ കൂട്ടൊന്നുമില്ല, ഭയങ്കര ചിത്താന്ത. അവളെല്ലാത്തിനും വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എണീറ്റ് വരുമ്പോൾ തന്നെ അവളുടെ ഒപ്പം നിന്ന് ഓരോന്ന് നടത്തി കൊടുത്തില്ലെങ്കിൽ അവൾ കരയും. പോരാത്തതിന് ഇന്ന് എഡ്വിനും കൂടെ ഉണ്ട്. എഡ്വിന് മൺഡേ ട്യൂസ്ഡേ തൊട്ട് മോഡൽ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ അതിനുള്ള പഠിപ്പിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മക്കൾ എണീക്കുന്നതിന് മുമ്പ് എല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടി ഞാനിങ്ങനെ പരാക്രമം പിടിച്ച് ഓടുക കേട്ടോ. എല്ലാ ദിവസത്തേക്കാളും തിരക്കായിരുന്നു എനിക്ക്. ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ആയാലോ എന്നാൽ ഇച്ചിരി ലേറ്റായി എണീറ്റാൽ മതി, പണിയൊക്കെ ഒന്ന് പതിയെ തീർന്നാൽ മതിയല്ലോ എന്നൊരു ചിന്തയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. പൊന്നുവിൻ്റെ സ്വഭാവമൊക്കെ നേരെ മാറിയിട്ടുണ്ട്. പൊന്നുവിനെ ഇട്ടിട്ട് എഡ്വിൻ്റെ അടുത്ത് പൊന്നുവിനെ ആക്കി രണ്ടുപേരും കൂടെ ഭയങ്കര അടിയാണ്. അവനെടുക്കണ എല്ലാം അവൾക്ക് വേണം. അവനന്നേരം അത് കൊടുക്കില്ല. പിന്നെ അവൾക്ക് ആർച്ചയായി ബഹളമായി. പിന്നെ കരഞ്ഞു തുടങ്ങിയ പൊന്നൂസ് പിന്നെ നിൽക്കില്ല. പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാം ചെയ്യാൻ വേണ്ടി മുറ്റടിച്ചിട്ടില്ല, മുറ്റടിക്കണം. അങ്ങനെ രാവിലത്തെ ഓരോ ഓട്ടപ്പാച്ചിലുകളാട്ടോ. പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, എഡ്വിൻകുട്ടൻ ഇന്ന് പതിവിൽ നേരത്തെ എണീറ്റിട്ടുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കുത്തി പൊക്കുക ചെയ്യാറുള്ളത്. ഇപ്പോൾ എപ്പോൾ എണീറ്റാന്ന് പറഞ്ഞ് ഞാനൊരു പാട്ടൊക്കെ കേട്ട് വന്ന് നോക്കിയതാണ് കേട്ടോ. അന്നേരം കളി മോഡൽ എക്സാം ആയതുകൊണ്ട് പഠിക്കാൻ എണീറ്റല്ലേ എഡ്വിന് നേരത്തെ? കളിക്കാനാന്നോ? അന്ന് ഇന്ന് ആരും വിളിക്കുമൊന്നും വേണ്ടായിരുന്നാ? നല്ല വെള്ള കയറിയായിരുന്നു കേട്ടോ കിട്ടിയത്. നല്ല പീസസ് എടുത്ത് ഞാൻ വറക്കാനെടുത്ത് വെച്ചു കേട്ടോ. അത് ഇഞ്ചിയും കുരുമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കരിവേപ്പിലയും കൂടെ അരച്ച് കേട്ടോ ഞാൻ തിരുമ്മി വെച്ച് വറക്കാൻ വേണ്ടി തിരുമ്മി വെച്ചതാണ്. ഇങ്ങനെ തിരുമ്മിയിട്ട് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഏത് മീനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇരുപത് മിനിറ്റ് ഉപ്പും മുളകും പിടിക്കാൻ വെച്ച ശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്താ സ്മെല്ല്! ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ കൂടെ അങ്ങ് സ്മെല്ല് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കങ്ങ് അപ്പം തന്നെ ചോറിനാൻ തോന്നും കേട്ടോ. ഇങ്ങനെ മീൻ വറുത്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അസൽ ടേസ്റ്റ്. നല്ല പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുവേ. നന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അടി പിടിക്കുന്ന ഈ മീനൊക്കെ പാത്രത്തിൻ്റെ അടി പിടിക്കുന്ന പേടിയുള്ളവർ കുറച്ച് കറിവേപ്പില അടിയിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മീൻ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് അതിൻ്റെ ബാലൻസ് മീനെടുത്ത് ഞാൻ കറി വയ്ക്കാനും കൂടെ ഇത് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ റെഡിയായി വരട്ടെ. ഞാനിപ്പോൾ വെച്ചോളൂ. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഇതുപോലെയുള്ള വലിയ മീനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു വശം കണ്ടപ്പോൾ തിരിച്ചിടുക കേട്ടോ. ഇനി തിരിച്ച് ഇട്ടിട്ട് നന്നായിട്ട് തിരിച്ച് മറച്ച് വിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ എണ്ണയിലിട്ട്. എന്നാലേ ഇതിന് ടേസ്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അകം വേവാത്തോളം ഇങ്ങനെ ഒരു വെളുത്തിങ്ങനെ ഇരിക്കും. അങ്ങനെ വരുന്ന പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ വലിയ പീസൊക്കെ ആണെങ്കിൽ മീൻ വെട്ടുമ്പോൾ വലിയ പീസൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെറിയ ചെറിയ പീസ് ആക്കി ഇട്ട് കൊടുത്താലാട്ടോ ഇത് അങ്ങനെ പൊരിഞ്ഞ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ അരച്ചെടുത്ത മിക്സിൻ്റെ കൂടെ അല്പം കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ മീനിലെല്ലാം തട്ടി വെച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അസൽ ടേസ്റ്റ് കേട്ടോ. ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്താലും എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇനി ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെ ഒക്കെ ഇങ്ങനെ സ്മെല്ലിങ്ങനെ പൊന്തി വരും കേട്ടോ. നല്ല സ്മെല്ലാണ്. ഞാൻ മീനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേ ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കും കേട്ടോ. ഇപ്പം ക്ലീനിങ് കാര്യങ്ങളൊക്കെ കാണിക്കാത്തതുകൊണ്ട് വീടൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുവാണോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും വീഡിയോസ് എടുക്കാനുള്ളതുകൊണ്ട് എല്ലാം നീറ്റാക്കി പറക്കി പാത്രങ്ങളൊക്കെ അപ്പം കഴുകിയൊക്കെ വെക്കുമായിരുന്നു, എല്ലാം തുടച്ച് പറക്കി എടുക്കുമായിരുന്നു. ഇപ്പം അതിനൊരു അലോരസം വന്നോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട്. നമ്മുടെ വീട്ടിലേക്ക് എന്തോരം പൊടിയൊക്കെ പറന്ന് കയറുന്നുണ്ട് കാണാൻ. ഈ ടി വി സ്റ്റാൻഡ് ഒന്ന് എന്നും ശ്രദ്ധിച്ച് വന്നിട്ട് ഞാൻ എന്നും തുടച്ചിടാറുള്ള, പക്ഷെ നല്ല പൊടിയായിട്ട് എന്നും രാവിലെ നോക്കുമ്പോൾ നല്ല പൊടിയായിരിക്കും. അപ്പം നമ്മുടെ ഫ്ലോറിലൊക്കെ ഇഷ്ടംമാതിരി പൊടിയുണ്ട്. അതുകൊണ്ട് പിള്ളേരൊക്കെ ഉള്ളവർ ശ്രദ്ധിച്ചും തുടച്ചും പറക്കിയൊക്കെ ഇട്ടിട്ട് പിള്ളേർ നിലത്ത് ഇരുത്തുമോ, പിള്ളേരെന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടി അവർ നിലത്തിടും, അങ്ങനെ തിന്നും പറക്കുകയൊക്കെ ചോറും പറ്റൊക്കെ ആണെങ്കിലും അത് ഇവിടെ പൊന്നും അങ്ങനെ കാണിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയണേ. അതുകൊണ്ട് തുടച്ചും പറക്കിയൊക്കെ എടുത്ത് പിള്ളേർ ശ്രദ്ധിക്കണം. പൊടിയും കാര്യങ്ങളൊക്കെ അകത്ത് ചെന്ന് വയറിനും വിഷയവും അതുപോലെ തന്നെ ദേഹത്തും ഒക്കെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അമ്മമാരൊക്കെ നല്ല ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് വേറെ എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം 2 പേരുടെയും കാര്യങ്ങൾ എഡ്വിനെ ഓൾറെഡി എക്സാം ആയതുകൊണ്ട് പഠിപ്പിക്കാനുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഇരിക്കില്ല. ഇപ്പോൾ പൊന്നൂസ് അവൻ്റെ അടുത്ത് ഇരിക്കില്ല, അവൻ്റെ അടുത്ത് നല്ല വഴക്കുണ്ടാക്കലാണ് പരിപാടി. അതുകൊണ്ട് എന്താകും പുറത്ത് ഒരു പണി. എനിക്ക് ഈ 2 പേരും ഉള്ളപ്പോൾ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന എഡ്വിനൊരു ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് വഴിയെ കാണാം നമുക്ക് എന്താകുമെന്ന് കേട്ടോ. മീൻകറിയുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി ഇത്തിരി വെളിച്ചെണ്ണ, ഞങ്ങൾ പച്ച വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കണേ. സവാളയൊക്കെ മൂപ്പിച്ചതായിരുന്നു എണ്ണയിൽ വഴറ്റിയായിട്ടത്. അപ്പോൾ അതുകൊണ്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചും കൂടെ എടുത്താൽ